Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് മാർച്ച് 8-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ടിംഗ് വീഡിയോസ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ളൊരു റിക്വസ്റ്റ് ആണ് നല്ലൊരു സ്റ്റഡി പ്ലാൻ ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോയിൽ BCom BBA ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള 51 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനുശേഷം ഓരോ സബ്ജക്റ്റിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ്, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പഠിക്കുന്ന കുട്ടികളും ഒന്ന് പാസ്സാകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ടിംഗ് വീഡിയോസ് വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA MCom എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല 4 പേപ്പറിൻ്റെയും BCom ആവട്ടെ BBA ആവട്ടെ 4 സബ്ജക്റ്റിൻ്റെയും അസൈൻമെൻറ്റ് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ക്ലാസ്സസ് ആക്സസ് ചെയ്യാം, അസൈൻമെൻറ്റ്സും ആക്സസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ 4 ഇയർ UGക്കാരുടെ ആദ്യത്തെ ബാച്ചാണിത്. നിങ്ങൾക്ക് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാൻ ഇല്ല എന്നുള്ളതാണ്. നിങ്ങളാണ് ഫസ്റ്റ് ബാച്ച്. ഓക്കെ, അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒന്നും പോസിബിൾ അല്ല. നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ്, അതിലുള്ള ടോപ്പിക്സിൻ്റെ ബേസിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ BCom സ്റ്റുഡൻസിൻ്റെ ആദ്യത്തെ എക്സാം ആയിട്ട് വരുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അത് 8-ാം തീയതിയാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്ത സൺഡേ ആണ്. നമുക്ക് സാറ്റർഡേ സൺഡേ മാത്രമാണ് എക്സാം ഉള്ളത്. അത് വളരെ യൂസ്ഫുള്ളാണ്. ജോലിക്കൊക്കെ പോയി പഠിക്കുന്ന കുട്ടികൾക്ക് വീക്കെൻഡിൽ മാത്രം ആണ് എക്സാം വരുന്നത്. ദെൻ പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് 16-ാം തീയതി. ദെൻ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ 22-ാം തീയതി. പിന്നെ ഏപ്രിൽ 6-ാം തീയതിയാണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം വരുന്നത്. അപ്പോൾ ഇന്ന് 11-ാം തീയതിയാണ്. ഇനി BBA ആണെങ്കിൽ 8-ാം തീയതി പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, പിന്നെ സ്റ്റാറ്റി, ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ, ഹിസ്റ്റോറിക്കൽ ടൂറിസം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇത് പറയാനുള്ളത്, നമ്മുടെ ആദ്യത്തെ എക്സാമിന് ഇനി 24 ദിവസങ്ങളാണുള്ളത്. 24 ഡേയ്സ് ഫസ്റ്റ് എക്സാമിന്. പിന്നെയുള്ള ഓരോ എക്സാംസ് തമ്മിലുള്ള ഗ്യാപ്പാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന എക്സാമിന് 8 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. ഇംഗ്ലീഷിന് 5 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. പിന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിന് 14 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹിസ്റ്റോറിക്കൽ ടൂറിസം, ഈ പറയുന്ന മൾട്ടി ഡിസിപ്ലിനറി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അതിന് 14 ഡേയ്സ് നമ്മുടെ മുമ്പിൽ ഉണ്ടെന്നുള്ളതാണ്. സോ അത് അവിടെ വെച്ചോ. ബാക്കിയുള്ള പേപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നിങ്ങൾ പോവുക ആദ്യം. സോ ഇതിൽ നമ്മുടെ ആദ്യത്തെ എക്സാം ആയിട്ട് വരുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ 14 ഡേയ്സ് മാറ്റിവെക്കുക, 14 ദിവസം. ഓക്കെ, ഇപ്പോൾ 24 ഡേയ്സിൽ 14 ഡേയ്സ് നിങ്ങൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ദെൻ ബാലൻസ് വരുന്ന 10 ദിവസം അതിൽ 5 ഡേയ്സ് നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിനും 5 ഡേയ്സ് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനും മാറ്റിവെക്കാം. അപ്പോൾ നമുക്ക് ഇനി വരുന്ന 24 ഡേയ്സിൽ 14 ഡേയ്സ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ദെൻ കിട്ടിയെന്നുള്ളതാണ്. പിന്നെ 8-5 13 ദിവസം പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, 10 ദിവസം ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ, ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിന് മൾട്ടി ഡിസിപ്ലിനറിക്ക് 14. സോ അങ്ങനെ ടോട്ടല് നമുക്ക് 51 ഡേയ്സ് ഇനി പെൻഡിങ് ഉള്ളത് ഈ രീതിയിൽ വിനിയോഗിക്കാം. അപ്പോൾ BCom സ്റ്റുഡൻസിന് എനിക്ക് പറയാനുള്ള ഒരു അഡ്വൈസ് ഇതാണ്. നമ്മുടെ ഇനിയുള്ള 51 ഡേയ്സ് എങ്ങനെ നമുക്ക് വിനിയോഗിക്കാം അതാണ് പറഞ്ഞത്. വരാൻ പോകുന്ന 24 ഡേയ്സിൽ 14 ഡേയ്സ് നിങ്ങളുടെ ആദ്യത്തെ എക്സാം ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിനും പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, ബാക്കിയുള്ള 10-ൽ 5
പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ 5. പിന്നെ നമുക്ക് ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഗ്യാപ്പ് ഉള്ളത് വളരെ യൂസ്ഫുൾ ആണ്. നമുക്കപ്പോൾ ഒരു എക്സാം കഴിഞ്ഞ് ആ ഒരു അടുത്ത എക്സാമിന് വേണ്ടി മാത്രം പഠിക്കാൻ സാധിക്കും. ഹിസ്റ്റോറിക്കൽ ടൂറിസം ഇപ്പോൾ അവിടെ വെച്ചോ, കാരണം 14 days ഉണ്ട്. BBA സ്റ്റുഡൻസിനാണെങ്കിലോ ഈ സെയിം കാര്യം തന്നെ അവിടെ ഫോളോ ചെയ്യാം. ഇനിയുള്ള 24 daysലെ 14 days പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് മാറ്റാം. ദെൻ 5 days സ്റ്റാറ്റി. അപ്പോൾ 8 × 5 = 13. 8 × 13. ദെൻ ഇംഗ്ലീഷിന് 5 days മാറ്റിയാൽ 10 ദിവസമായി, ഇവിടെ 14. സോ അങ്ങനെ 51 days. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഉള്ള ദിവസം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. എസ്പെഷ്യലി നമുക്ക് പ്രോബ്ലം പേപ്പേഴ്സൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആവും. ഏതൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോഴും അതിൻ്റെ സക്സസിൻ്റെ ബേസ് എന്ന് പറയണത് എന്താ? റിവിഷനാണ്. ഒരു സബ്ജക്റ്റ് പഠിച്ച് അത് വീണ്ടും പഠിക്കുമ്പോഴാണ്, അല്ല അതിനാണ് റിവിഷൻ എന്ന് പറയാം. അപ്പോഴാണ് നമ്മൾ മറക്കാണ്ടിരിക്കുക. മനുഷ്യന്മാർ യൂഷ്വലി മറന്നു പോകും. മറക്കാതിരിക്കണമെങ്കിൽ അവിടെ റിവിഷൻ വേണം. അപ്പോൾ കുറച്ച് സമയം മാത്രം നമ്മുടെ മുമ്പിലുള്ള, അപ്പോൾ എങ്ങനെ അത് റിവിഷൻ അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് റിവൈസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും കുട്ടികളുടെ അടുത്ത് പറയാം, പ്രോബ്ലം പേപ്പർ നിങ്ങൾ രാത്രി പഠനം ആരംഭിക്കുക. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആവട്ടെ, സ്റ്റാറ്റി ആവട്ടെ, നിങ്ങളുടെ പഠനം എപ്പോഴും രാത്രി വേണം ആരംഭിക്കാൻ. അതല്ല ഇത് ടഫസ്റ്റ് പേപ്പർ ആണെങ്കിലും ഒരു 7 മണി 7:30 ആ ഒരു ടൈം മുതൽ ഒരു 10 മണി 10:30 ആ ഒരു ടൈം വരെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ രാത്രി നിങ്ങൾക്ക് അതിൽ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ അതിൻ്റെ ഇടയിൽ കിട്ടും. 3 മണിക്കൂർ ഇരുന്നാൽ 2 മണിക്കൂറോ 2.5 മണിക്കൂറോ നിങ്ങൾക്ക് കിട്ടും ഇഫക്റ്റീവായിട്ട്. ദെൻ ഈ പഠിച്ച കാര്യം, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഈ പഠിച്ച കാര്യം പിറ്റേ ദിവസം മോർണിംഗ് എണീറ്റതിന് ശേഷം ഒരു 15-20 മിനിറ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ മതി. എഫേർട്ട്ലെസ്ലി പഠിക്കാനുള്ള പറയുന്നത്. തലേ ദിവസം പഠിച്ചത് ഒന്ന് നോക്കിപ്പോവുക. അതിനുശേഷം നിങ്ങളുടെ മോർണിംഗ് ആക്ടിവിറ്റി, ബ്രഷ് ചെയ്യുക, ഫുഡ് കഴിക്കുക, അതൊക്കെ ചെയ്തോളൂ. അപ്പോൾ ഉണ്ടാകുന്ന ഗുണം അല്ലെങ്കിൽ മാറ്റം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കാലത്ത് എണീറ്റിട്ട് ആദ്യത്തെ 10-15 മിനിറ്റ് എന്താണോ ചെയ്യുന്നത്, നോക്കുന്നത്, അതിൻ്റെ റിഫ്ലക്ഷൻ, അത് നമ്മൾ പിന്നെ ആ ദിവസങ്ങളിൽ എന്ത് ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ ബ്രഷ് ചെയ്യുകയാണെങ്കിലും ഫുഡ് കഴിക്കുകയാണെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ഈ പേജുകൾ, നമ്മൾ നോക്കിയ ടോപ്പിക്കുകൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ബ്രെയിനിലൂടെ കടന്നു പോകുന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം പഠിച്ചു, ഒരു ഗ്യാപ്പ്, ഒരു 8 മണിക്കൂർ ഉറങ്ങി, പിറ്റേ ദിവസം എണീറ്റു, അപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷം നമുക്ക് അവിടെ ഒരു റിവിഷൻ സാധിക്കുകയാണ് കുറച്ച് സമയത്തിനുള്ളിൽ. പിന്നെ നമ്മൾ ഈ രീതിയിൽ എഫേർട്ട്ലെസ്ലി നമുക്കത് മെമ്മറിയിലോട്ട് കയറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ എൻ്റെ പഠന സമയത്ത് ഫോളോ ചെയ്തൊരു കാര്യമാണ്, നിങ്ങൾക്കും ഫോളോ ചെയ്യാം. അങ്ങനെ ടഫസ്റ്റ് ആയിട്ടുള്ള പേപ്പറുകൾ, പ്രോബ്ലം പേപ്പേഴ്സൊക്കെ ഇങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. ബാക്കിയുള്ളത് നിങ്ങളുടെ ടൈം അനുസരിച്ച് പകൽ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും പഠിക്കുക. പിന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാർ, സമയമില്ലാത്ത ആൾക്കാരെ എപ്പോൾ സമയം കിട്ടുന്നോ അപ്പോൾ പഠിക്കാൻ ശ്രമിക്കുക. ഒന്നും അവസാനത്തോട്ട് വെക്കേണ്ട. പിന്നെ അസൈൻമെൻറ്റ്സ് ഒക്കെ ഉള്ളത് കറക്റ്റ് സമയത്തിന് അവസാനിപ്പിക്കുക. ലാസ്റ്റ് ഡേറ്റ് 14-ാം തീയതിയാണ്. ഓക്കെ, എഴുതി വേഗം അവസാനിപ്പിക്കുക. നമ്മുടെ സ്ഥാപനം എൻറ്റയർ അസൈൻമെൻറ്റ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്സസ് ചെയ്യാം. ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിക്കാനും സാധിക്കും. ദെൻ ഇനി വരും ദിവസങ്ങളിലെ ഓരോ സബ്ജക്റ്റിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെ അപ്പോൾ ഓരോ സബ്ജക്റ്റിലെയും മൊഡ്യൂൾസിനെ അപ്രോച്ച് ചെയ്യണം. ഒരു ബുക്ക് എടുത്തിട്ട് ആദ്യത്തെ പേജ് മുതൽ പഠിക്കലല്ല നമ്മൾ ചെയ്യേണ്ടേ. ഏറ്റവും കൂടുതൽ മാർക്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയാസ്, അതിനെ പെറുക്കി പഠിക്കണം. അപ്പോൾ ഓരോ സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഉറപ്പായും വരുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ഇതൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയുള്ള ഈ 51 ഡേയ്സിനെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അലോക്കേറ്റ് ചെയ്യേണ്ടത്, പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ സ്റ്റഡി പ്ലാനിൽ ഡിസ്കസ് ചെയ്ത് ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നിങ്ങൾ കൂടുതൽ എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോസിൽ, സ്മാർട്ട് സ്റ്റഡി വീഡിയോസിൽ നമ്മളതൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.